നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകി കേരളം. ചേന്ദമംഗലം പാലിയത്തെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പേറുന്ന പാലിയം തറവാട് പി ജയചന്ദ്രന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. ജയചന്ദ്രനിലെ പാട്ടുകാരനെ ഉണർത്തിയ പാലിയത്തെ മണ്ണിലാണ് ഇനി നിത്യഹരിത ഗായകന്റെ അന്ത്യവിശ്രമം. സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഗീത പ്രേമികളാണ് പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. എണ്ണമറ്റ ഭാവഗാനങ്ങൾ ആസ്വാദകർക്ക് കൈമാറി ഓർമ്മകളുടെ ചിറകിലേറിയാണ് ജയചന്ദ്രന്റെ അന്ത്യയാത്ര. ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ട് സ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് ധരിച്ച യുവാവ് വീട്ടിലെത്തി സ്ഫോടക വസ്തു വീട്ടിലേക്ക് കത്തിച്ചെറിയുന്ന ദൃശ്യവും ശബ്ദവും തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നതോടെ വീടിന് പുറത്ത് തീയും പുകയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ഇതോടെ നാട്ടുകാരെയും ബന്ധുക്കളെയും പിന്നീട് പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. വന്നു നോക്കിയപ്പോ നമ്മൾ പന്തൊരു ഫുട്ബോൾ പൊട്ടിയെടുക്കേണ്ട തീയൊക്കെ എന്താ മനസ്സിലായില്ല. അപ്പോ അത് ചെറിയ ഗുണ്ടൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പിന്നെ CCTV ഉണ്ട് ഇവിടെ. അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരാൾ ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഇവിടെ അതൊന്ന് വരി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ് ആയിട്ടൊരു മണ്ണെണ്ണ ഒഴിച്ച പോലത്തെ സാധനം എറിയുന്നുണ്ട്. പുറത്തേക്ക് ആദ്യം വന്നത്, എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടുകയാണ്. അപ്പോൾ ഇവിടെ ആകെ കത്തി കരിവാളിപ്പും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കത്തിക്ക്, പിന്നെ വാതിലിന്റെ അവിടെ ചെറുതായിട്ട് ഒരു കത്തിയൊരു ഇത് ആണ് ഉണ്ടായിരിക്കണത്. പിന്നെ ഒരു ഗുണ്ട് പൊട്ടാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് വന്നിട്ട് പുറത്ത് മാറ്റി വെച്ചേക്കാണ്. തുടർന്ന് ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പടക്കം പോലെ എന്താ കാണാണ്ട്, ബോംബാണോ എന്താന്ന് വെച്ചാൽ തന്നെ. അപ്പൊ ഞാൻ വരണമെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കിടക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ പലരും ഒക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇവരറിയുന്നത്. ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം വീടിൻ്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടിൽ നമ്മൾ പടക്കമൊക്കെ കത്തിച്ചുണ്ടാവുന്ന അവശിഷ്ടങ്ങളും, അതുപോലെ അവിടെ ഒരു പന്ത് അത് കത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ വാതിലിന് ചെറിയ പരിക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാതെ മാതിരി ഒരു ചുവന്ന കൊടിയും കെട്ടി തൂക്കി പോയിട്ടുണ്ട്. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരില് ഒരാള് മുറ്റത്ത് വന്നിട്ട് ഒരു ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പോണത് കണ്ട്. CCTV ന്യൂസ് തൃത്താല. ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ 10 ലക്ഷത്തോളം രൂപ കവർന്ന അസം സ്വദേശികൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിൽ. കുറ്റിപ്പുറം തങ്ങൾപ്പടിയിലുള്ള ലോഡ്ജിൽ വെച്ച് എടപ്പാൾ സ്വദേശിയായ യുവാവിനെ വശീകരിച്ച് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പല തവണകളായി 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത അസം സ്വദേശികളായ ദമ്പതികളാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും മൊബൈൽ ഫോൺ, ബ്ലാക്ക്മെയിലിംഗിന് ചിത്രീകരിച്ച വീഡിയോകൾ, ബാങ്ക് അക്കൗണ്ട്സ് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു. SHO നൌഫൽ കെയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ SI യാസിർ AM-ന്റെ നേതൃത്വത്തിൽ SI ശിവകുമാർ, ASI-മാരായ സുധാകരൻ, സഹദേവൻ, SCPO-മാരായ ആന്റണി, വിപിൻ, സേതു, അജി ക്രൈസ്റ്റ്, CPO-മാരായ സരിത, അനിൽകുമാർ, രഞ്ജിത്ത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചങ്ങരംകുളം കോലിക്കരയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ആലുവ സ്വദേശി 23 വയസ്സുള്ള ജിതിൻ, ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിലെ അനസ്തേഷ്യ ഡോക്ടർ, എരുമപ്പെട്ടി സ്വദേശി സുജയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ജില്ലാതിർത്തിയായ കോലിക്കരയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായി തകർന്നു. ചങ്ങരംകുളം പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഈ വർഷത്തെ കൂറ്റനാട് ദേശീയോത്സവം ഫെബ്രുവരി 5, 6 തീയതികളിൽ ആഘോഷിക്കും. ദേശീയോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു. ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ, ചാലുശ്ശേരി പഞ്ചായത്ത് മെമ്പർ ഷിൽജ ഫാത്തിമ, കേരള വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി മഹിമ സിദ്ദിഖ് തുടങ്ങിയവരും ദേശീയോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളും
28 ഉപകമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുള്ളവരും പങ്കെടുത്തു. അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകില്ലെന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട വളണ്ടിയേഴ്സിനൊക്കെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ പരിപാടി നല്ല ശാന്തമായിട്ട് തുടങ്ങി വെച്ചുകൊണ്ട് നല്ല ആഹ്ലാദിച്ച് എല്ലാ രീതിയിലും നമ്മൾ ആഘോഷിക്കേണ്ട ഒരു നേർച്ച തന്നെയാണ്. പക്ഷേ അക്രമം അതുപോലെ തന്നെ തല്ലും വഴക്കമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ വളരെ കർശനമായിട്ട് പാലിക്കണം. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മീറ്റിംഗ് ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിജേഷ് കുട്ടനെ സ്വാഗത സംഘം ചെയർമാനായി യോഗത്തിൽ തെരഞ്ഞെടുത്തു. ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി രവി കുന്നത്തിനെ കൺവീനറായും, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, നാഗലശ്ശേരി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ തുടങ്ങിയ ജനപ്രതിനിധികളും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും വ്യാപാര സംഘടനാ നേതാക്കളെയും മറ്റു പൗരപ്രമുഖന്മാരെയും കൂറ്റനാട് ദേശോത്സവത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘവും രൂപീകരിച്ചു. CCTV ന്യൂസ് തൃത്താല. പട്ടാമ്പി നേർച്ചയുടെ ഭാഗമായുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 111ാമത് പട്ടാമ്പി നേർച്ച വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടുന്നത്. ഫെബ്രുവരി 8, 9 തീയതികളിലായാണ് നേർച്ച നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കേന്ദ്ര കമ്മിറ്റി ഓഫീസ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മലയാള മനോരമയുടെ പട്ടാമ്പി ബ്യൂറോ ചീഫായിട്ട് 1.5 കൊല്ലം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നേർച്ചയും മറ്റു ഉത്സവങ്ങളും എല്ലാം തളി ക്ഷേത്രത്തിലെ ഉത്സവം ഉൾപ്പെടെ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഇപ്പൊ റഷീദൊക്കെ എന്നെക്കാളൊക്കെ ജൂനിയറാണ്, ചിരിക്കൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ മാഷിന്റെ കുറച്ച് ശേഷമാണ് ഞാനൊക്കെ പറഞ്ഞത്. അപ്പൊ എന്നെക്കാൾ എത്ര വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനത് ചോദിക്കാൻ കാരണം അനവധി കലാപങ്ങളും സംഘർഷങ്ങളും പലതിൻ്റെയും പേര് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ പട്ടാമ്പി നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വല്ല സംഘടനയോ കലാപമോ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ എന്ന് ചോദിച്ചതാണ്. സത്യത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ഒഴിച്ച് അങ്ങനെ പട്ടാമ്പി നേർച്ച എന്ന് വെച്ചാൽ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമമായ പ്രതീകവും സമാധാനത്തിന്റെ 10,000-കണക്കിന് ആളുകൾ വന്നിട്ടും തീരെ സംഘർഷം കുറഞ്ഞ ഏറ്റവും വലിയ ഉത്സവമാണ് പട്ടാമ്പി എന്നുള്ളതാണ് ഈ പട്ടാമ്പി നേർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അലി പൂവത്തിങ്കൽ, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജിദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P വിജയകുമാർ, KT റുക്കിയ, K ബഷീർ, സുരേഷ്, വാഹിദ് കൽപ്പക, സയ്യിദ് കുഞ്ഞിസീദി കോയത്തങ്ങൾ ജീലാനി, T ഗോപാലകൃഷ്ണൻ, ഉമ്മർ കീഴായൂർ, ഉസ്മാൻ പുളിക്കൽ, VC സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഗിരീഷ്, KP കമാൽ, K മധു, അഡ്വക്കേറ്റ് രാമനുണ്ണി, അഡ്വക്കേറ്റ് CS ശിവകുമാർ, ബിജു KB, മുരളീധരൻ വേളേരിമഠം, കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ട്രഷറർ AV അബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. പട്ടാമ്പിയിലെ ബാങ്ക് ശാഖയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പട്ടാമ്പി കീഴായൂരിൽ ജപ്തി നടപടിയിൽ ഭയന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്ക് നടപടിക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബാങ്കിന്റെ പട്ടാമ്പി ശാഖയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളായ PK ഉണ്ണികൃഷ്ണൻ, AP രാമദാസ്, അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കീഴായൂർ, K ബഷീർ, P രൂപേഷ്, TK ശുക്കൂർ, ജയശങ്കർ കൊട്ടാരത്തിൽ, P മുഹമ്മദ് ഹനീഫ, AK അക്ബർ, C കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഫൈസൽ ഭായ്, ഞാൻ നിങ്ങളുടെ എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് വീഡിയോസും കാണാറുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ ചോദിക്കണം എന്ന് കരുതിയ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഫർണിച്ചറിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓരോ വീടിനും ഒരു തീം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീട് മനോഹരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ
ഫർണിച്ചർ ഇന്റീരിയറിന്റെ കാര്യത്തിൽ മികച്ച ഒരു ഓപ്ഷൻ ഐഫ തന്നെയല്ലേ? ഐഫ മാത്രമല്ല, കേരളത്തിൽ ഫർണിച്ചർ ഇന്റീരിയർ ചെയ്യുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. ഐഫ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ്. ഐഫ ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. മുൻവശം ഉയർന്നു പൊങ്ങിയതോടെ എയറിലായി തടി ലോറി. കൂറ്റനാട് തൃത്താല റോഡിൽ കോടനാട് യത്തീംഖാനയ്ക്ക് സമീപത്തെ ചെറിയ കയറ്റത്തിലായിരുന്നു ഓട്ടത്തിനിടെ ലോറി മുൻവശം ഉയർന്നു നിന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. കൂറ്റനാട് ഭാഗത്തു നിന്നും ആലൂർ ഭാഗത്തേക്ക് തെങ്ങിൻ തടികൾ കയറ്റി പോവുകയായിരുന്നു ലോറി. അമിത ഭാരം കയറ്റിയതാണ് ലോറിയുടെ മുൻവശം ഉയരാൻ ഇടയാക്കിയത്. ലോറി മറിഞ്ഞു വീഴാതെ നിന്നതിനാൽ വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചാണ് ലോറി താഴ്ത്തിയത്. അമിതഭാരം ഒഴിവാക്കിയ ശേഷം ലോറി പ്രദേശത്തു നിന്നും കൊണ്ടുപോയി. സംഭവത്തെ തുടർന്ന് റോഡിൽ അല്പസമയം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം ഏറ്റുവാങ്ങി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ. രാവിലെ മുതലുള്ള കാത്തിരിപ്പിന് ശേഷമായിരുന്നു ട്രോഫി സ്കൂളിലേക്ക് എത്തിയത്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ശേഷം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങി. പട്ടാമ്പി AEO ബാബുരാജിൽ നിന്നും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്നാണ് കലാകിരീടത്തെ സ്വീകരിച്ചത്. സ്കൂളിൽ വിജയാഹ്ലാദ പരിപാടികളും നടന്നു. നവംബറിൽ നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എടപ്പലം PTM എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം നൽകിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി AEOയ്ക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റി എഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നും കണ്ടെത്തി. തുടർന്നാണ് ആദ്യപടിയായി ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം കൂടുതൽ പോയിന്റ് ലഭിച്ച നടുവട്ടം സ്കൂളിന് നൽകുവാൻ തീരുമാനമായത്. വെള്ളിയാഴ്ച രാവിലെ ട്രോഫി കൈമാറുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ രാവിലെ 11 മണിയായിട്ടും ട്രോഫി ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപകരും PTA ഭാരവാഹികളും പട്ടാമ്പി AEO ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. AEOയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വൈകുന്നേരം 3 മണിയോടെ ട്രോഫി സ്കൂളിലെത്തിക്കുവാൻ ധാരണയായി. തുടർന്നാണ് എടപ്പലം സ്കൂളിൽ നിന്നും ട്രോഫി വാങ്ങി AEO വൈകുന്നേരത്തോടെ നടുവട്ടം സ്കൂളിലേക്ക് ട്രോഫി എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വിപുലമായ ആഘോഷ ചടങ്ങും ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, PTA പ്രസിഡന്റ് VTM കരീം, പ്രിൻസിപ്പൽ S ജൂഡ് ലൂയിസ്, മറ്റു അധ്യാപകരും PTA ഭാരവാഹികളും വിജയാഹ്ലാദ പരിപാടിയിൽ പങ്കാളികളായി. തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം തിരുത്തി അട്ടിമറി നടത്തിയ സംഭവത്തിൽ CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത്. സംഭവത്തിൽ തിങ്കളാഴ്ച സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളയൂർ എടപ്പലം PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ ഫലം തിരുത്തി അട്ടിമറി നടത്തിയ സംഭവത്തിൽ ആരോപണങ്ങളുമായാണ് CPM വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത്. മത്സരാർത്ഥികളുടെ ഫലത്തിൽ അട്ടിമറി നടത്തിയതിന്റെ ഉത്തരവാദിത്തം പ്രോഗ്രാം കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ UDFനും കോൺഗ്രസിനുമാണെന്ന് CPM നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചെടുത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച എടപ്പലം സ്കൂൾ പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കലോത്സവം വിളയൂരിൽ
ജനങ്ങൾ എല്ലാവരും ചേർന്ന് വളരെ നല്ല രൂപത്തിൽ മാതൃകാപരമായാണ് നടത്തിയത്. ആ സംഘാടകർക്കാകെയും ആ നാടിനാകെയും അതുപോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് PTM ഹൈസ്കൂൾ. ആ സ്കൂളിന് തന്നെയും അവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും തന്നെ എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്ന തരത്തിലാണ് ആ കലോത്സവത്തിൽ അട്ടിമറി നടത്തിയത്. അതിൻ്റെ പിറകിൽ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ വെളയൂരിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. പ്രോഗ്രാം കമ്മിറ്റി കോൺഗ്രസ് UDF അനുകൂല അധ്യാപക സംഘടനയാണ്. ആ സംഘടനയുടെ ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ അട്ടിമറി സംഘടിപ്പിച്ചത്. ഇതിൽ നടുവട്ടം ജനതാ ഹൈസ്കൂളിന് ആണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിക്കേണ്ടത്. പക്ഷേ ഈ പോയിന്റുകളിൽ കൃത്രിമം നടത്തി അത് എടപ്പലം ഹൈസ്കൂളിന് മാറ്റി. ഇത് പിന്നീട് കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു. ഇന്നലെ കപ്പ് എടപ്പലം സ്കൂള് നടുവട്ടം സ്കൂളിന് തിരിച്ചേൽപ്പിച്ചു. ഇത് ചെറിയ രൂപത്തിലുള്ള ചർച്ചയല്ല നാട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്കാകെ ആ നാടിനാകെ ആ സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും ഒക്കെ ചീത്തപ്പേരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ നടന്ന കലോത്സവത്തിൽ ഇത്തരം അട്ടിമറി നടത്തി സർക്കാരിനെയും സ്കൂളിനെയും നാടിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള അധ്യാപകർ എങ്ങനെയാണ് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുക? ആയിരക്കണക്കിന് 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ്. മാത്രമല്ല മഹാനായ പൂക്കോയ തങ്ങളുടെ പേരിലാണ് ആ സ്കൂൾ അറിയപ്പെടുന്നത്. അത്രയും പ്രാധാന്യമുള്ളൊരു സ്കൂള്. ആ സ്കൂളിനും ആ നാട്ടുകാർക്കും ഈ പഞ്ചായത്തിൽ ഒന്നാകെ വെളയൂർ പഞ്ചായത്തിനും മൊത്തത്തിൽ ഇത്തരത്തിൽ അവമാനം വരുത്തി വെച്ച ആളുകളുണ്ട്. അതിന് നേതൃത്വം കൊടുത്തവരുണ്ട്. അവർ തീർച്ചയായിട്ടും പ്രോഗ്രാം കമ്മിറ്റി കൈകാര്യം ചെയ്ത UDF അനുകൂല അധ്യാപക സംഘടന KPSTയുടെ ആളുകളും അതിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് വെളയൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നീലടി സുധാകരനുമാണ്. ഇവരുടെയൊക്കെ അറിവും ഒത്താശയോടും കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ബോധപൂർവമായ അട്ടിമറിയിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും CPM നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്തൊരു പരിപാടിയാണിത്. പക്ഷെ അതിലുള്ള കുറച്ചാളുകള്, നമ്മളെല്ലാവരും പറയണില്ല, പക്ഷെ കുറച്ചാളുകള് വളരെ മോശമായ രീതിയിൽ കുട്ടികളുടെ ഭാവി, അവരെ രക്ഷിതാക്കളുടെ ആ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇതൊന്നും കാണാതെ ചില നിക്ഷിപ്ത താല്പര്യപ്രകാരം നടപ്പാക്കിയ ഇത്തരം വൃത്തികെട്ട പരിപാടികൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അവരെ നമ്മൾ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസിക നിലനെ ആകെ തെറ്റിക്കുന്ന രീതിയിലുള്ള, കാരണം അവര് ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും, ഇതൊരു കുറച്ചാളുകളുടെ താല്പര്യം, ഇതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. വാർത്താ സമ്മേളനത്തിൽ CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, MK ബേബി ഗിരിജ, KP നൌഫൽ, KV ഗംഗാധരൻ, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നത് വെച്ചാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ, നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ 5 ദിവസവും ആ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകര് മുഴുവൻ ഈ കൃത്രിമത്തിൽ പങ്കാളികളല്ല. ആ യൂണിയനിൽപ്പെട്ട 2-3 ആളുകളായിരിക്കും, എത്ര പേരാന്ന് നമുക്കറിയില്ല, ആ യൂണിയനിൽപ്പെട്ട ആളുകളെയും കൂടി ഒറ്റാസയോട് കൂടിയിട്ടായിരിക്കും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്നീ മുദ്രാവാക്യവുമായി KSTA ജില്ലാ സമ്മേളനത്തിന് കൂറ്റനാട് പ്രൗഢോജ്വല തുടക്കം. ജില്ലാ പ്രസിഡന്റ് K അജില പതാക ഉയർത്തി. തൃത്താല ഉപജില്ലാ കമ്മിറ്റിയുടെ ഗായക സംഘം തൃത്താല പാട്ടുകൂട്ടത്തിന്റെ സ്വാഗതഗാനത്തോടെ പ്രതിനിധികളെ വരവേറ്റു. ഉദ്ഘാടന സമ്മേളനം VM ബാലൻ മാസ്റ്റർ, NP തങ്കമ്മ ടീച്ചർ നഗറിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയായി. ചെറുകാട് സ്മാരക വായനശാലയുടെ ചെറുകാട് ജീവിതപാത അവാർഡ് നേടിയ K പ്രസീത, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന R ചന്ദ്രൻ എന്നിവരെ അനുമോദിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദുറുനിസ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നാരായണദാസ്, PN മോഹനൻ എന്നിവർ പങ്കെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ TP മുഹമ്മദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജഭരണത്തിൽ അന്ന് സർക്കാരിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് വിളംബരമാണ്. തിരുവിതാംകൂർ രാജാവാണ് ആദ്യമായി എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ട് എന്ന് വിളംബരം ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും പഠിക്കാൻ പാവപ്പെട്ടവരെ, പിന്നോക്കക്കാരെ അനുവദിച്ചിരുന്നില്ല.
ഇന്നത്തെ ബാലരാമപുരത്തിനടുത്ത് ഊരുട്ടമ്പലം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്ന പെൺകുട്ടിയെയും കൂട്ടി അക്ഷരം പഠിക്കാൻ അറിവിൻ്റെ ലോകത്തിലേക്ക് പറന്നുയരാൻ പോകുന്ന ഒരു പിഞ്ചു കുട്ടിയെയും കൂട്ടിപ്പോയത്. പക്ഷെ അവിടെയുള്ളവർ ആ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ അനുവദിച്ചില്ല. ആ കുട്ടി അന്നവിടെ ഇരുന്ന ബെഞ്ച് കത്തിച്ചു. ബെഞ്ച് കത്തിയതോടെ സ്കൂളിനും തീ പടർന്നു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി ഗിരീഷ് രക്തസാക്ഷി പ്രമേയവും കെ ബി ബീന അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം PS സ്മിത സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ G പ്രദീപ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു. 13 ഉപജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികൾ പങ്കെടുത്തു. വൈകിട്ട് ന്യൂ ബസാറിൽ നിന്നും കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ അധ്യാപകരുടെ പ്രകടനം നടന്നു. തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറിമാരായ AK ബീന, MK നൌഷാദ് അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, സമിതി അംഗങ്ങളായ K പ്രസാദ്, L ഉമാമഹേശ്വരി, M ഗീത എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ PP ഷാജു നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പൊതുചർച്ച, മറുപടികൾ, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയോടെ സമാപിക്കും. CCTV ന്യൂസ് തൃത്താല. മേഴത്തൂർ കുന്നത്തുകാവിൽ യുവാവിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലിയത്ത് വളപ്പിൽ ശ്രീധരന്റെ മകൻ 34 വയസ്സുള്ള അരുണിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. നീതു ഭാര്യയും ആദി മകനുമാണ്. നവമാധ്യമ കാഴ്ച. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പലരും രംഗത്തിറങ്ങും. ഇവിടെ പ്രത്യക്ഷത്തിൽ വലിയ ബ്ലോക്ക് കാണാനില്ലാത്തതിനാൽ എന്താണ് സംഭവമെന്ന് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആർക്കാണ് കുഴപ്പമെന്ന് മനസ്സിലായത്. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.